ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ്. നമ്മളൊരു വാഴക്കൊല, ഒരു വാഴ കൃഷിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. വളം ഇടുന്നത്, വാഴ നടുന്നത് ഒക്കെ കാണിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, വിളവെടുക്കുന്നത് കാണിക്കുന്നില്ലേ എന്ന്. അപ്പോൾ ഒരു വാഴക്കൊല ഇന്ന് മുറിക്കാറായിട്ടുണ്ട്. അത് ഒരു മുറിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. കൊല മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ വാഴത്തടത്തിൽ എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നും കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. നല്ല ചൂട് സമയത്താണ് ഈ കൊല വീണത്. അപ്പോൾ യഥാസമയം കൂമ്പൊക്കെ ഒടിച്ച് നല്ല ആരോഗ്യത്തോടെ നല്ല കായൊക്കെ ഉരുണ്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ നമ്മൾ വാഴ നല്ല ആരോഗ്യമുള്ള കന്നുകളെ നിലനിർത്തിക്കൊണ്ട് കൂട്ടത്തിൽ നട്ട് കഴിഞ്ഞാൽ ഒരു കൊല മുറിക്കുമ്പോഴൊക്കെ തന്നെ അടുത്ത കൊലയും കൂടെ നമുക്ക് അതിൽ തയ്യാറായി വരും. നമ്മൾ ചൂട് സമയത്ത് യഥാസമയം വളവും പരിചരണവും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഴ ഒടിഞ്ഞു പോകാതെ നോക്കാൻ കഴിയും. നമ്മൾ ചൂട് സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴകളെല്ലാം കൊല വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും. നമുക്ക് നല്ല പാകമാവുന്നതിന് മുമ്പേ തടയൊടിഞ്ഞ് കൊല നഷ്ടപ്പെടാനാണ് ചാൻസ് കൂടുതൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാസമയം വളവും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാഴ കൊല ഒടിയാതെ തന്നെ നല്ലതുപോലെ പാകമായി കിട്ടും. വാഴക്കൃഷിയിൽ വളരെ പരിചരണം കുറവായ ഒരു വാഴയാണ് പടറ്റി വാഴ. നമുക്ക് വീട്ടിൽ നമ്മൾ കൃഷി അറിഞ്ഞൂടാത്ത പോർക്ക് പോലും നട്ട് വളർത്തി നമുക്ക് നല്ല ഒരു കൊല ലഭിക്കാൻ സാധ്യത ഉള്ള ഒരു വാഴയാണ് പടറ്റി വാഴ. പടറ്റി വാഴ കൊലയ്ക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. അതുപോലെ തന്നെ നല്ല വിലയും ലഭിക്കാറുണ്ട്. പടറ്റി വാഴ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. നല്ല ആദായം ഉള്ള ഒരു കൃഷിയാണ് പടറ്റി വാഴ. ഇതിപ്പോൾ ഏകദേശം ഒരു 10-12 കിലോയ്ക്ക് അകത്തേ വരുള്ളൂ. ചൂട് സമയമായതുകൊണ്ട് ഒരു ചെറിയ മീഡിയം ടൈപ്പ് കൊലയാണ്. എന്നാലും അതിൻ്റെ ഒരു കായൊക്കെ നല്ല വലുപ്പത്തിലാണ്. ഇത് ഏകദേശം 1 കിലോ ആവാൻ ഒരു 8-9 കായ മതിയാവും. വാഴക്കൊല മുറിച്ച് കഴിഞ്ഞാൽ ആ വാഴയുടെ ചുവട് നല്ലതുപോലെ വൃത്തിയാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച കൊലയുടെ വാഴ നല്ലതുപോലെ വെട്ടിയിട്ട് വൃത്തിയാക്കി കൊടുക്കണം. അടുത്ത കന്നുകൾക്ക് ഉയർന്നു വരാനും അതുപോലെ തന്നെ സ്പേസും ഉണ്ടാവും. കൂടെ നിൽക്കുന്ന തൈകളെല്ലാം ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ കൊല മുറിച്ചതിന് ശേഷം ആ വാഴയെ മുറിച്ച് പിന്നെ നല്ലതുപോലെ വൃത്തിയാക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ വെട്ടിയിട്ട് കൊടുത്താൽ മറ്റ് നിൽക്കുന്ന വാഴകൾക്ക് നല്ലൊരു വളവും കൂടിയാണ്. നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ ജലാംശവും ഒക്കെ മറ്റ് വാഴയ്ക്ക് കിട്ടുകയും ചെയ്യും. അത് ആരോഗ്യത്തോടെ വളർന്നു വരികയും. നമ്മൾ വെട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കൊത്തിയരി, ആരും മെനക്കാടാറില്ല, എന്നാലും ഇതുപോലെ ഒന്ന് കൊത്തിയരിഞ്ഞ് പീസുകളാക്കി നമ്മൾ വാഴയുടെ ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കണം. നല്ലതുപോലെ അരിഞ്ഞ് നമ്മൾ കുറേ സമയമെടുക്കും, പക്ഷെ മെനക്കെടണം. നമ്മൾ ആരും അത് ചെയ്യാറില്ല. പക്ഷേ ഇതുപോലെ ചെയ്തു കൊടുത്താൽ വാഴയ്ക്ക് നല്ലതാണ്, കൂടെ നിൽക്കുന്ന വാഴയ്ക്ക് നല്ലതാണ്. നമ്മൾ അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് അതൊന്ന് പൊതയിടും കണക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചൂട് സമയത്തൊക്കെ ഇത് ചെയ്തു കൊടുക്കണമല്ല, മഴ സമയത്ത് ചെയ്തില്ലെങ്കിലും ഈ ചൂടുള്ള സമയത്ത് ഇതുപോലെ ചെയ്തു കൊടുത്താൽ വെള്ള ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. വാഴകളൊന്നും ഒടിഞ്ഞു പോവാതെയും അതിൻ്റെ മൂട്ടിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാകും. വാഴയ്ക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ നല്ല ഈർപ്പം നിലനിർത്താം. വാഴയുടെ ചുവട് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ വാഴ ഒടിഞ്ഞു വീഴും, കൊലയും നഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി ഇനിയും കാണാം.